ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നല്ല ഒരു ദിവസം ഈശോയുടെ നാമത്തിൽ നേരുകയാണ്. ഈശോ വചനമൊക്കെ പ്രഘോഷിക്കുമ്പോൾ ഈശോനെ കാണാനും കേൾക്കാനും ഇങ്ങനെ ആളുകൾ ഇങ്ങനെ ഒത്തിരി ഓടിക്കൂടുക. ഒരിക്കലും ഒത്തിരി പേര് ഈശോയുടെ അടുത്ത് ഓടിക്കൂടി. 5000 പരം പുരുഷന്മാരുണ്ടായിരുന്നെന്ന് പറയാം. വലിയൊരു ജനക്കൂട്ടം. വചനമൊക്കെ പറഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ ഈശോയ്ക്ക് അവരെ ഓർത്ത് സഹതാപം വരിക. ഇവരൊന്നും ഭക്ഷിച്ചിട്ടില്ല, ഇവർ പോണ വഴിക്ക് തളർന്നു വീഴാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് ശിഷ്യന്മാർക്ക് അവരോട് ചോദിക്കുക, ഇവർക്ക് എന്നാ കൊടുക്കണം? ഇവർക്ക് നിങ്ങൾ തന്നെ ഭക്ഷണം കൊടുക്കുവിൻ. അവരതിൻ്റെ കണക്കൊക്കെ എടുക്കുന്നുണ്ട്. അവർ 5 അപ്പവും 2 മീനും ഉള്ള ഒരു പയ്യനെ ഈശോ അടുത്ത് കൊണ്ടുവന്ന് ഈശോയിലേക്ക് കൊടുക്കുക. ഈശോ അപ്പം എടുത്തിട്ട് ചെയ്തൊരു കാര്യം ഇപ്രകാരമാണ്. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 6-ാം അധ്യായം 11-ാം വാക്യം. അനന്തരം യേശു അപ്പമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അവർക്ക് വിതരണം ചെയ്തു. അതുപോലെ തന്നെ മീനും വേണ്ടത്ര നൽകി. ഏറ്റവും തുച്ഛമായ ആ 5 അപ്പവും 2 മീനും എടുത്തിട്ട് ഈശോ ആശീർവദിച്ച് കൊടുക്കുക. നമുക്കറിയാം, എല്ലാവർക്കും തികഞ്ഞ ചിത്രം മാത്രമല്ല വരിക, തികഞ്ഞിട്ട് മിച്ചവും എന്ന ചരിത്രം വരിക. ഏറ്റവും നിസ്സാരമായ ഒരു സമർപ്പണത്തിൽ നിന്ന് വലിയൊരു ആൾക്കൂട്ടത്തെ തീറ്റിപ്പോറ്റിയതിന് ശേഷം ഈശോ മിച്ചം പിടിച്ചു. നിസ്സാരതയിൽ നിന്ന് വലിയ ഒരു ആഘോഷം ഉണ്ടാക്കിയ കർത്താവ്. അങ്ങനെയാണെങ്കിൽ നീ നിന്നെക്കുറിച്ച് ഒന്നുമില്ല എന്നൊക്കെ എപ്പോഴൊക്കെ കരുതുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ പാപമായി പോയി, അല്ലെങ്കിൽ എനിക്ക് കഴിവില്ല, അപകർഷതയുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെയാണെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിൻ്റെ ഉള്ള നിസ്സാരത കർത്താവിന് കൊടുത്താൽ മതി. ഈ നിസ്സാരതയെ വർദ്ധിപ്പിക്കുന്നവനാ ഈ കർത്താവ്. അവൻ നിൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കും. പക്ഷെ നീ കൊടുക്കണം, നീ വിശ്വസിക്കണം. അതനുഭവിക്കാൻ നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ചൊന്ന് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈശോയെ, ജീവിതത്തിൻ്റെ നിസ്സാരതകളിൽ നീ വലിയ കാര്യങ്ങൾ പ്രവർത്തിക്കുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയാണ്. ഈ ബോധ്യം ഈ വ്യക്തിക്ക് നീ നൽകണമേ. ഇന്നത്തെ ദിവസം നിന്റെ നാമത്തെ അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ തരത്തിലുള്ള തിന്മകളിൽ നിന്ന് ഈ വ്യക്തിക്ക് എന്നും സംരക്ഷണം ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.